എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ജൂൺ 20, 21 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 ദിവസങ്ങളെ പറ്റിയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ജൂൺ 21 ജൂൺ 21 പ്രത്യേകത അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പോൾ ഈ ഒരു യോഗാ ദിനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവില് വന്നൊരു ദിനാചരണമാണ് യോഗാ ദിനം എന്ന് പറയുന്നത്. കാരണം 2014 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐക്യരാഷ്ട്ര സഭയില് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അവതരിപ്പിച്ച ഒരു പ്രമേയത്തെ തുടർന്നാണ് ഈ ഒരു യോഗാ ദിനാചരണം ആരംഭിച്ചത്. അങ്ങനെ ആദ്യത്തെ യോഗാ ദിനം നടന്നത് 2015 എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2025 യോഗാ ദിനാചരണത്തിന്റെ 10ാം വർഷമായിരുന്നു അല്ലെ. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ദെൻ ഈ ഒരു യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21 പറഞ്ഞു. അതായത് ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസം എന്ന് പറയുന്നത് ഏതാണ്? ഈ ജൂൺ 21. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദിനം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് വരാം 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ്. എന്താണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ്? അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നുള്ളതാണ് ഈ ഒരു മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ കൃത്യമായിട്ട് ഓർക്കുക, യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ് 2026 എന്താണ് ലോക യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. സോ അതും കൂടെ ഒന്ന് ഓർക്കുക. ഇനി മറ്റൊരു ദിനാചരണം എന്ന് പറയുന്നത് ജൂൺ 20 പ്രത്യേകതയാണ്. അതായത് ലോക അഭയാർത്ഥി ദിനമാണ് എന്നു പറയുന്നത് ഈ പറയുന്ന ജൂൺ 20. അപ്പോൾ വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ജൂൺ 20 ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ നമുക്കറിയാലോ, ഈ പല രാഷ്ട്രങ്ങളിലും പ്രധാനപ്പെട്ട കലാപങ്ങൾ, യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തെ ചില വ്യക്തികളൊക്കെ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ, ഇത് കാരണം എന്ത് ചെയ്യുന്നു, സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരുന്ന അഭയാർത്ഥികളെ ആദരിക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പോൾ ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമാണ്. ദെൻ ഇത് ആചരിച്ചു തുടങ്ങി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2001 മുതലാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ലോക അഭയാർത്ഥി ദിനം ആചരിച്ചു തുടങ്ങിയത് 2001 മുതലാണ്. ഇനി എന്താണ് 2026 ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺടിൽ എവറി വൺ ഈസ് സേഫ്. എന്താണ് അൺടിൽ എവറി വൺ ഈസ് സേഫ്? അതായത് എല്ലാവരും സുരക്ഷിതരാകുന്നത് വരെ എന്നുള്ളൊരു മീനിങ് വരുന്ന അൺടിൽ എവറി വൺ ഈസ് സേഫ് എന്നുള്ളതാണ് 2026 ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കണേ. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കാണ്. അതായത് പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക്. പോലീസ് ഡ്രൈവറിന് വേണ്ടി മാത്രമല്ല, അതല്ലാതെ ഫയർമാൻ ഡ്രൈവറിന് വേണ്ടിയിട്ടും, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിന് വേണ്ടിയിട്ടും, ദെൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവറിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഈ ഒരു ബുക്ക് യൂസ്ഫുൾ ആണ്. ദെൻ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 2024, 25 PQs ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളിലും Amazon, Flipkart എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.chalkala.com ഈ ബുക്ക് അവൈലബിൾ ആണ്. ഇനി അതല്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12 കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 180 രൂപയ്ക്ക് ഈ ബുക്ക് സ്വന്തമാക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 1-2 നിയമനങ്ങളിലേക്കാണ്. അതിൽ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് 2026 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണ്? അപ്പൊ 2026 എന്തായിട്ട് നിയമിതനായതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണ്? അത് സൈബൽ ചതോപാധ്യായ. ആരാണ്? സൈബൽ ചതോപാധ്യായ ആണ്. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. സൈബൽ ചതോപാധ്യായ എന്തിന്റെ ചെയർപേഴ്സൺ ആയിട്ട്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായി കേട്ടോ. ഒരു ചെറിയൊരു അപ്പോയിന്റ്മെന്റ് ആണെന്ന് ഓർത്ത് വെച്ചെന്നാൽ മതി. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം, അതായത് 2026 ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീയിൽ ജഡ്ജിയായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? അപ്പൊ 2026 എവിടെ ജഡ്ജി ആയിട്ടെന്നാണ് പറഞ്ഞത്? അതായത് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീയിൽ എന്തായിട്ട് ജഡ്ജി ആയിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? ബിമൽ പട്ടേൽ. ആരാണ്? ബിമൽ പട്ടേൽ ആണ്. വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ബിമൽ പട്ടേൽ എന്ത് ചെയ്തിരിക്കുന്നു? എവിടത്തെ ജഡ്ജി ആയിട്ട്? ITLOS അഥവാ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ജഡ്ജി ആയിട്ട് നിയമിതനായിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ITLOS നോക്കാം. അതായത് ജർമ്മനിയിലെ ഹാംബർഗ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നീതിന്യായ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ITLOS എന്ന് പറയുന്നത്. അതായത് സമുദ്ര നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, അപ്പോൾ ആ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സോ അവിടേക്കാണ് ഇദ്ദേഹം ജഡ്ജിയായിട്ട് നിയമിതനായിരിക്കുന്നത്. ദെൻ ഈ ഒരു ITLOS അഥവാ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീ സ്ഥാപിതമായത് എന്നാണെന്ന് ചോദിച്ചത്. അതായത് 1994 ഇത് പ്രാബല്യത്തിൽ വന്നു. പക്ഷേ പ്രവർത്തനം ആരംഭിച്ചത് 96 അപ്പോൾ 94 പ്രാബല്യത്തിൽ വന്നു, പക്ഷേ 96 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക.
ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. എന്താണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അതായത് ലഡാക്കിലെ ഹിമപ്പുലികളെയും അവിടുത്തെ സവിശേഷമായ മലയോര പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായിട്ട് പുതുതായിട്ട് രൂപീകരിച്ച ഒരു സംഘടന. എന്താണ് പറഞ്ഞത്? ലഡാക്കിലെ ഹിമപ്പുലികളെയും അവിടുത്തെ സവിശേഷമായ മലയോര പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായിട്ട് പുതുതായിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഷാൻ കൺസർവേഷൻ സൊസൈറ്റി. എന്താണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി? ഇനി അതിനൊരു പൂർണ്ണ രൂപമുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോൾ ഒരു 10th ലെവലിലൊക്കെ ചോദിക്കണമെന്നില്ല, പക്ഷെ ഒരു ഡിഗ്രി ലെവലായിട്ടോ അല്ലെങ്കിൽ ഒരു SSCക്കൊക്കെ പോകുന്ന പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സ്നോ ലെപ്പേർഡ് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് നേച്ചർ കൺസർവേഷൻ സൊസൈറ്റി. അപ്പോൾ എന്താണ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റിയുടെ പൂർണ്ണ രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നോ ലെപ്പേർഡ് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് നേച്ചർ കൺസർവേഷൻ സൊസൈറ്റി എന്നാണ് ഈ ഒരു ഷാൻ കൺസർവേഷൻ സൊസൈറ്റിയുടെ പൂർണ്ണരൂപം. ആരംഭിച്ചത് ലഡാക്കിലാണെന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മേ ബി ഇതിന്റെ പൂർണ്ണരൂപം തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഡാക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം ഹിമപുലിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ആർക്കാണ്? ഈ പറയുന്ന ലഡാക്കിനാണ്. ഇനി അതുപോലെ തന്നെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള വിനയ് കുമാർ സക്സേനയാണ് ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയത്. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഷാൻ കൺസർവേഷൻ സൊസൈറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സോ അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഷാൻ കൺസർവേഷൻ സൊസൈറ്റി ഏത് ജീവിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച സംഘടനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? ഹിമപ്പുലിയാണ്. അത് എവിടെയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ലഡാക്ക് ആണെന്ന് പറയുക. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് IBCA അല്ലെ, അതായത് ഈ മാർജാര വംശത്തിലെ 7 ജീവജാലങ്ങളുടെ സംരക്ഷണാർത്ഥം ഇന്ത്യ ആരംഭിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ IBCA എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർമ്മിക്കുക. ദെൻ ആ മാർജാര വംശത്തിലെ 7 ജീവികളിൽ ഹിമപ്പുലിയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇൻഡോർ പ്രഖ്യാപനത്തെ പറ്റിയാണ് കേട്ടോ. ഇൻഡോർ പ്രഖ്യാപനം സപ്പോസ് ചോദിക്കുന്നു എന്താണ്, അല്ലെങ്കിൽ ഇൻഡോർ പ്രഖ്യാപനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒരു ഡിഗ്രി ലെവലിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. കാരണം പത്രമാധ്യമങ്ങളിലൊന്നും അങ്ങനെ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഷാൻ കമ്മ്യൂണിറ്റിയെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡോർ പ്രഖ്യാപനത്തെ പറ്റിയാണെങ്കിലും ഇതൊക്കെ നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പർ, മലയാളം ന്യൂസ് പേപ്പറിൽ കാണണമെന്നില്ല, ചിലപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ കാണണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ ഓരോ റിപ്പോർട്ടായിട്ട് അവരെന്ത് ചെയ്യുന്നു, പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് നോക്കി പോവുക. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളും BSc ചോദിക്കും കേട്ടോ. അപ്പോൾ ആഗോള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കർഷകരുടെ ക്ഷേമം മുൻനിർത്തി കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ട് 2026 നടത്തിയ പ്രഖ്യാപനമാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡോർ പ്രഖ്യാപനം. അപ്പോൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡോർ പ്രഖ്യാപനം. കൃത്യമായിട്ട് പഠിക്കുക. 2026 ഇൻഡോർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആഗോള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, കർഷകരുടെ ക്ഷേമം, ഇതൊക്കെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യുക, കൃഷിയെ ആധുനികവൽക്കരിക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡോർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ ഈ ഒരു ഇൻഡോർ പ്രഖ്യാപനം നടത്താനുള്ള ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്സ് കൂട്ടായ്മയുടെ 16ാമത് കൃഷി മന്ത്രിമാരുടെ ഒരു ഉച്ചകോടി എവിടെ വെച്ച് നടന്നു, 2026 ഇൻഡോറിൽ വെച്ച് നടന്നു. സോ അവിടെ വെച്ചാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഇൻഡോർ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. മേ ബി വേദിയാണെങ്കിലും ചോദിക്കാം. അപ്പൊ അതുകൊണ്ടൊന്ന് ഓർക്കുക. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടാലന്റിന്റെ LPUP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ആണ്. നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടുകൂടി പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് LPUP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ ആരംഭിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഒരു റാങ്ക് ഫെയിൽ ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒറ്റ ഓഡിയോ ആണ്. ദെൻ മുൻവർഷ ചോദ്യങ്ങളും NCERT ഫാക്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com ഇവയിലൊക്കെ തന്നെ ഈ ഒരു റാങ്ക് ഫെയിൽ ലഭ്യമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് സൂചികകളാണ്. അതിൽ ആദ്യത്തെ സൂചിക എന്ന് പറയുന്നത് 2026 വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനെ പറ്റിയാണ് പറയുന്നത്, എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആരാ പുറത്തുവിട്ടെ, വേൾഡ് എക്കണോമിക് ഫോറം ആണ്. അപ്പൊ 2026 പുറത്തുവിട്ട ഇൻഡെക്സ്. അതിൽ ഒന്നാമതുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ 2ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഫിൻലാൻഡ് ആണ് കേട്ടോ. 2ാം സ്ഥാനത്ത് ആരാണ്, ഫിൻലാൻഡ് ആണ്. ഇനി 3ാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ ഡെൻമാർക്ക്. ആരാണ് 3ാം സ്ഥാനത്ത്, ഡെൻമാർക്ക് ആണ്. അപ്പോ 1, 2, 3 പറഞ്ഞേ, സ്വീഡൻ ആണ്, ഫിൻലാൻഡ്, ദെൻ ഡെൻമാർക്ക്. ഇതാണ് ആദ്യത്തെ 3 സ്ഥാനങ്ങൾ. ഇനി ഇന്ത്യയുടെ സ്ഥാനം അറിയേണ്ടതാണ് നമ്മള്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ, ഇന്ത്യയുടെ സ്ഥാനം 70 ആണ്. ഒരു ഇൻഡെക്സ് ആണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 2026 പുറത്തുവിട്ട വേൾഡ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, 70 ആണ്. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി അടുത്ത ഒരു സൂചിക എന്ന് പറയുന്നത്, അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് 2026 തന്നെ പുറത്തുവിട്ട ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട്. അപ്പൊ എന്താണ് ഗ്ലോബൽ
ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട്. അപ്പൊ അതിലൊന്നാമതുള്ളത് ആരാണ്? അത് സിലിക്കൺ വാലി. ഇപ്പോൾ അമേരിക്കയിലെ പ്രദേശമാണ് സിലിക്കൺ വാലി എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കൺ വാലിയാണ് ഒന്നാമതുള്ളത്. ദെൻ രണ്ടാം സ്ഥാനത്ത് ന്യൂയോർക്ക് സിറ്റി ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ദെൻ മൂന്നാം സ്ഥാനത്ത് ലണ്ടൻ ആണ്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരാണ്? ന്യൂയോർക്ക് സിറ്റി. മൂന്നാം സ്ഥാനത്ത് ലണ്ടൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണേ. ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? സിലിക്കൺ വാലി ആണ്. ദെൻ രണ്ടാം സ്ഥാനത്ത് ന്യൂയോർക്ക് ആണെന്ന് പറഞ്ഞു. മൂന്നാം സ്ഥാനത്ത് ലണ്ടൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതൊരു ചോദ്യമാണല്ലേ. ഇപ്പോൾ 2026 പുറത്തുവിട്ട ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൽ ഇന്ത്യയിൽ നിന്നും ഏതെങ്കിലും പ്രദേശങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. 15ാം സ്ഥാനത്ത് ബംഗളൂരു. ഇതാണ് 15ാം സ്ഥാനത്ത് ബംഗളൂരു ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 31ാം സ്ഥാനത്ത് ആരുണ്ട്? ഡൽഹി ഉണ്ട് കേട്ടോ. 15ാം സ്ഥാനത്ത് ബംഗളൂരു, 31ാം സ്ഥാനത്ത് ഡൽഹിയും ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ദോഹ ഡയമണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 2026 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ്? കാര്യം നമ്മൾ ഈ പോയിന്റ് ചർച്ച ചെയ്യാനുള്ള കാരണം ഒരുപക്ഷെ ഒരു ജാവലിൻ ത്രോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നീരജ് ചോപ്രയുടെ പേര് മാത്രമേ ഓർമ്മ വരുള്ളൂ. ഇനി അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് കൂടി പോയി കഴിഞ്ഞാൽ എന്താണ്, ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സിന്റെ പേരൊക്കെ ഓർമ്മ വരും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു പേര് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2026 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റുമേഷ് തരംഗ പതിരാഗെ. ആരാണ്? റുമേഷ് തരംഗ പതിരാഗെ ആണ്. ഈ ഒരു പേരൊന്ന് ഓർത്തു വയ്ക്കുക. ഈ പതിരാഗെ അല്ലെങ്കിൽ തരംഗ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാജ്യം കിട്ടും അല്ലെ. ശ്രീലങ്കക്കാരനാണ് കേട്ടോ. ശ്രീലങ്കക്കാരനാണ് ഈ പറയുന്ന റുമേഷ് തരംഗ പതിരാഗെ എന്ന് പറയുന്നത്. അപ്പോൾ 2026 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയില് ഒന്നാമതെത്തിയത് ഈ പറയുന്ന റുമേഷ് തരംഗ പതിരാഗെ ആണ്. ഇപ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നീരജ് ചോപ്ര 4ാം സ്ഥാനത്താണ് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് കോമൺവെൽത്ത് ഗെയിംസിനുള്ള യോഗ്യത കിട്ടി. ഈ ഒരു ഡയമണ്ട് ലീഗിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോമൺവെൽത്ത് ഗെയിംസിനുള്ള യോഗ്യത കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കുറച്ചു കാലം പരിക്കിന്റെയൊക്കെ പിടിയിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും മത്സര രംഗത്ത് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ 2026 ദോഹ ഡയമണ്ട് ലീഗിന്റെ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് റുമേഷ് തരംഗ പതിരാഗെയാണ്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി സപ്പോസ് പേര് വന്നിട്ട് ഏത് കായികവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പേജ് മാറ്റിയിടാൻ. നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിരിക്കും. ആ പേജിൽ എഴുതി വെച്ചോളുക, 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു വനിതാ റഫറി മത്സരം നിയന്ത്രിച്ചിരിക്കുന്നു. അതിലൂടെ ഒരു പ്രത്യേകത വന്നിരിക്കുകയാണ്. അതായത് ഫിഫ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ വനിതാ റഫറി ആരാണ്? എന്താ പറഞ്ഞേ? ഫിഫ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ വനിതാ റഫറി ആരാണ്? അത് ടോറി പെൻസോ. ആരാണ്? ടോറി പെൻസോയാണ്. ടോറി പെൻസോ എന്ന് പറയുന്നത് അമേരിക്കക്കാരിയാണ് കേട്ടോ. അമേരിക്കക്കാരിയാണ് ടോറി പെൻസോ എന്ന് പറയുന്നത്. ഇതിലൂടെ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. ഫിഫ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ അമേരിക്കൻ വനിത എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന ടോറി പെൻസോ. അപ്പോൾ ഫിഫ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ അമേരിക്കൻ വനിത എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന ടോറി പെൻസോയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ദക്ഷിണാഫ്രിക്ക, ചെക്ക് റിപ്പബ്ലിക് മത്സരമാണ് എന്ത് ചെയ്തത്? നിയന്ത്രിച്ചത്. ദെൻ ഈ പറയുന്ന ടോറി പെൻസോയുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ പൂർണ്ണനാമം എന്ന് പറയുന്നത് മേരി വിക്ടോറിയ ഹാൻകോക്ക്. എന്താണ്? മേരി വിക്ടോറിയ ഹാൻകോക്ക് എന്നാണ്. സോ ആ ഒരു പേരും കൂടെ ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ടോറി പെൻസോയാണ് ഫിഫ പുരുഷ ലോക മത്സരം നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ വനിതാ റഫറി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അത് മാത്രമല്ല, ഈ ഒരു ഫിഫ പുരുഷ ലോക മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ അമേരിക്കക്കാരി എന്ന് പറയുന്നത് ടോറി പെൻസോയാണ്. കഴിഞ്ഞില്ല കേട്ടോ. 2023 വനിതാ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നിയന്ത്രിച്ചതും ആര് തന്നെയാണ്? ഈ പറയുന്ന ടോറി പെൻസോയാണ് കേട്ടോ. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മളിവിടെ പറഞ്ഞു രണ്ടാമത്തെ വനിതയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫിഫ പുരുഷ ലോക മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിത ആരാണ്? അത് സ്റ്റെഫാനി ഫ്രെപ്പാർട്ട് ആണ്. ആരാണ്? സ്റ്റെഫാനി ഫ്രെപ്പാർട്ട് ആണ്. അപ്പൊ ആ ഒരു പേരും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ ഒന്ന് എഴുതി വെച്ചേക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് അത് റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാലന്റിന്റെ സ്റ്റഡിമേറ്റ് നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് ഈ സ്റ്റഡിമേറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ടാലന്റ് ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡുകളും മെറ്റീരിയൽസും ആയിട്ടൊക്കെ ടാലന്റ് കൂടെയുണ്ട്. അപ്പോൾ ഇനി മുതൽ സ്കൂൾ കുട്ടികൾക്കൊപ്പം ടാലന്റ് ഉണ്ടാവും. ആ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും പുതിയ SCERT സിലബസ് പ്രകാരമുള്ള സ്കൂൾ ഗൈഡുകൾ ഇപ്പോൾ ടാലന്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സ്റ്റഡിമേറ്റ് എന്നാണ് പേര്. അപ്പോൾ 6 മുതൽ 9 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഗൈഡുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ദെൻ അവരുടെ പുസ്തകത്തെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സും ദെൻ അവരുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. അതിന് പുറമേ തന്നെ ഈ ഒരു ബുക്കിന്റെ കവർ പേജിൽ ഒരു QR ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട AI വീഡിയോസും കുട്ടികൾക്ക് ലഭ്യമാവും. സോ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 90 72 36 57 47 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓരോ സബ്ജക്ട് വൈസ് ആണ് കേട്ടോ ഈ ഗൈഡ് എന്ന് പറയുന്നത്.
ഇനി വീണ്ടും ഓർമ്മപ്പെടുത്തലാണ് ടാലന്റിന്റെ പ്രാക്ടീസ് ബുക്ക്, SCRT പ്രാക്ടീസ് ബുക്ക്. അപ്പോൾ അറിവിടം ബുക്ക് പർച്ചേസ് ചെയ്തവർക്കും ഇനി പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർക്കും SCRT പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ഒരു പുസ്തകം വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഓരോ പോർഷൻസും ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാതെ നോർമൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യനും ആൻസറും മാത്രമാണ് കേട്ടോ, ക്വസ്റ്റ്യൻ ബാങ്ക് പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് PSCയിൽ ചോദിച്ച PQs കൂടി, അതായത് SCRT ബേസ് ചെയ്തിട്ടുള്ള PQs കൂടി ഞങ്ങൾ ഈ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും Amazon, Flipkart എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ലഭ്യമായിരിക്കും. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് 2 നിയമനങ്ങളാണ്. ഒന്ന് 2026 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു, അത് സൈബൽ ചതോപാധ്യായ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് 2026 ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീയിൽ ജഡ്ജിയായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണെന്ന് പറഞ്ഞു, ബിമൽ പട്ടേൽ ആണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഷാൻ കൺസർവേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന രൂപീകരിച്ച കാര്യം പറഞ്ഞു അല്ലെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ലഡാക്കിലെ ഹിമപ്പുലികളെയും അവിടുത്തെ സവിശേഷമായ മലയോര പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു സംഘടന രൂപീകരിച്ചത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താ? ഇൻഡോർ പ്രഖ്യാപനം അല്ലെ. അതായത് ആഗോള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുക, ഇതെല്ലാം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇൻഡോർ പ്രഖ്യാപനം 2026 നടത്തിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഡോർ പ്രഖ്യാപനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? 2 ഇൻഡെക്സുകൾ പറഞ്ഞു അല്ലെ. ഒന്നെന്ന് പറയുന്നത് 2026 വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. ഒന്നാമതുള്ളത് ആരാ? സ്വീഡനാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 70 ആണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് 2026 പുറത്തുവിട്ട ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടാണ്. അതിൽ ഒന്നാമതുള്ളത് ആരാണ്? സിലിക്കൺ വാലി ആണ്. ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ബാംഗ്ലൂർ ഉണ്ടല്ലേ 15ാമത്. ഡൽഹി ഉണ്ട് 31ാമത്. കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മുടെ 2026 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ പറഞ്ഞു. ഒന്നാമത് വന്നത് ശ്രീലങ്കക്കാരനായിട്ടുള്ള റുമേഷ് തരംഗ പതിരാഗയാണ്. നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നീരജ് ചോപ്ര 4ാം സ്ഥാനത്താണ്. അതിനുശേഷം പറഞ്ഞത് ഫിഫ പുരുഷ ലോക മത്സരം നിയന്ത്രിക്കുന്ന 2ാമത്തെ വനിതാ റഫറി ആരാണ്? ടോറി പെൻസോയാണ്. 2023 ഫിഫ വനിതാ ലോകകപ്പ് നിയന്ത്രിച്ചത്, അത് വനിതാ ലോകകപ്പിന്റെ ഫൈനൽ നിയന്ത്രിച്ചതും ആര് തന്നെ? ഈ പറയുന്ന ടോറി പെൻസോയാണ്. ഫിഫ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ അമേരിക്കക്കാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ടോറി പെൻസോയാണ്. അങ്ങനെയാണെങ്കിൽ ഫിഫ പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ച ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫാനി ഫ്രിപ്പാർട്ടാണ്. അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നിങ്ങളെ ഞാൻ LGS PQ കൂടി പരിചയപ്പെടുത്തുകയാണ്. ഇനിയിപ്പോൾ 10th പ്രിലിംസ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS മെയിൻസ്, വാരിയസ് LGS ഒക്കെ വരാനിരിക്കുന്നു. സോ PQs ആണ് നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലൊരു 30 സെറ്റ് PQs LGS ലെവലിലുള്ള ഒരു 30 സെറ്റ് PQസും അതിന്റെ എക്സ്പ്ലനേഷനും ഇൻക്ലൂഡ് ആയ ഒരു പുസ്തകം ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പുസ്തകവും നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, Amazon, Flipkart എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റുള്ള veranda.talentgala.com ഇവിടെയൊക്കെ ലഭ്യമാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, താജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ എന്താണ് താജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ ലഡാക്ക്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, കിഷവ് മൾട്ടി പർപ്പസ് പ്രോജക്ട് നിലവിൽ വരുന്നത് ഏത് നദിയിലാണ്? ടോൺസിലാണോ, ചെനാബിലാണോ, രവിയിലാണോ, കോസിയിലാണോ? ഇതുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് സാൻഡ് സ്കൾപ്ചറിൽ റഷ്യൻ ഗ്രാൻഡ് സാൻഡ് മാസ്റ്റർ കപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്? സുദർശൻ പട്നായിക് ആണ്. നമുക്കറിയാം ഇപ്പോഴത്തെ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആരാണ്? ഈ സുദർശൻ പട്നായിക് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം താൽക്കാലികമായിട്ട് നിരോധിച്ചത് ഏത് രാജ്യം എന്നാണ്? നമ്മുടെ ഇന്ത്യയാണ്. നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഒക്കെ ആണ്. അപ്പോൾ നമ്മുടെ നോട്ട്സ് ആയാൽ പോലും ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കാരണം നമുക്ക് നോട്ട്ബുക്ക് നമ്മുടെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്തായാലും ഒന്ന് തിരിച്ചു വന്നോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കി നോട്ട് നിങ്ങളിലേക്ക് എന്തായാലും എത്തിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂൺ 20, 21 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.